ഹലോ, ഗുഡ് മോർണിംഗ്. അഞ്ജുവാണ് കേട്ടോ. ഒരു സിനിമ റിവ്യൂ ആണിത്. വർഷ ബസ്ദേവ് ഡയറക്റ്റ് ചെയ്ത മൂവി ചിന്ന ചിന്ന ആസെ. ഇതിനിടയ്ക്ക് നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും, കാണാത്തവരും ഉണ്ടാവും. പേര് പോലെ തന്നെ ആഗ്രഹങ്ങൾക്ക് പ്രായമോ ദേശമോ ഭാഷയോ ഒന്നും തന്നെ അതിർവരമ്പുകളല്ല എന്ന് തെളിയിച്ച മനോഹരമായ ചിത്രം. ഈ സിനിമ ഞാൻ കണ്ടതേ വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാണ്ടായിരുന്നു. പലരും സിനിമ സ്ലോ ആണെന്നും ലാഗ് ഉണ്ടെന്നും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ അഭിപ്രായം മാത്രം കേട്ട് സിനിമയെ വിലയിരുത്തുന്ന ഒരു ആസ്വാദകയല്ല. എനിക്ക് സിനിമ റിലീസായാലും തിയേറ്ററിൽ തന്നെ പോയി ആ സിനിമ അനുഭവിക്കാനാണ് ഏറ്റവും ഇഷ്ടം. ഈ ചിത്രം കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നെഞ്ചിലൊരു ഭാരം തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ സിനിമ നമ്മൾ എവിടെയോ ആഴത്തിൽ സ്പർശിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അത് തന്നെയാണ് ഒരുപക്ഷെ ഈ ചിത്രത്തിൻ്റെ വിജയവും. ശരിക്കും ഇത് ലീല എന്ന കഥാപാത്രത്തിൻ്റെ പല ഭാവങ്ങളും അവർ പ്രകടിപ്പിച്ച പല വികാരങ്ങളും എൻ്റെ സ്വഭാവത്തോടും ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചു പോയ പല നിമിഷങ്ങളോടും എനിക്ക് റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ സിനിമ എന്നെ വളരെയധികം ആഴത്തിൽ തന്നെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് പറയാം. ഇന്ദ്രൻ സാർ അവതരിപ്പിച്ച മാതാനുമാഷായാലും ലീലയായി എത്തിയ മധുമാമിൻ്റെ പ്രകടനമാണെങ്കിലും ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളും അത്രമേൽ സ്വാഭാവികവും മനോഹരവുമായിരുന്നു. അഭിനയം എവിടെയും ഒരു അഭിനയമായി തോന്നിയില്ല എന്നത് തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത. ശരിക്കും ഒരു ജീവിതം തന്നെയാണ് ഈ ചിത്രമെന്ന് തോന്നിപ്പോകും. പ്രത്യേകിച്ച് വാരണാസിയെ ഇത്രയും മനോഹരമായും ആത്മാവോടെയും തിരശീലയിൽ പാർത്തുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. സംവിധായിക വർഷ വസുദേവും മുഴുവൻ അണിയറ പ്രവർത്തകരും ഇതിനൊരു പ്രത്യേക അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട്. ഓരോ ഫ്രെയിമും കഥയോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ടുള്ള ഓരോ സ്ത്രീക്കും ഈ സിനിമയെ എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാൻ സാധിക്കും. പ്രായം എത്രയായിക്കോട്ടെ, നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ കുട്ടിയോ സ്വപ്നങ്ങൾ നിറഞ്ഞ ഒരു കൗമാരക്കാരിയോ ജീവിച്ചിരിപ്പുണ്ട്. ഒരിക്കലെങ്കിലും ആ കുട്ടിയുടെ ആഗ്രഹങ്ങൾ പോലെ ജീവിക്കണമെന്നൊരു മോഹം നമ്മളൊക്കെയും മനസ്സിൽ സൂക്ഷിക്കുന്നവരുമാണ്. ആ ഓർമ്മയും ആ തോന്നലും ഒരുപോലെ വളരെ മനോഹരമാക്കി നമ്മളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ചിന്ന ചിന്ന ആസയിലൂടെ. വളരെ എമിനൻ്റ് ആയിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ് ഗോവിന്ദ് വസന്ത. ഗോവിന്ദ് വസന്തയുടെ സംഗീതം കൂടി ആയപ്പോൾ ചിത്രത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു എന്ന് പറയാം. ശരിക്കും ഈ ചിത്രം തിയേറ്ററിൽ കാണുന്നതോടൊപ്പം നമ്മൾ വാരണാസിയിലൂടെ യാത്ര പോവുകയായിരുന്നു മാധവ് മാഷിനും ലീലയ്ക്കും ഒപ്പം ഒരു തിരിച്ചറിവ് കൂടി ഉണ്ടായി. ഒരു സിനിമ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടുതൽ അത് കേൾക്കാണ്ടിരിക്കുക. ഓരോരുത്തരുടെയും ചിന്തകളും വീക്ഷണ തലങ്ങളും വ്യത്യസ്തമാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നോ, നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം മറ്റൊരാൾക്ക് അതുപോലെ ആവണമെന്നോ ഇല്ല. സിനിമയെ അവനവൻ്റെ വീക്ഷണകോണിൽ കാണാനായിട്ട് ശ്രമിക്കുക. ചില സിനിമകൾ നമ്മൾ കണ്ടു മറക്കും, ചില സിനിമകൾ നമ്മളിലെന്തോ മാറ്റി വെച്ചിട്ട് ഒരൊറ്റ പോക്കായിരിക്കും. എനിക്ക് ചിന്ന ചിന്ന ആസെ അങ്ങനെ ഒരു സിനിമയാണ്. എൻ്റെ ഹൃദയത്തെ ഒന്ന് ഉലച്ച, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തെ ഒന്ന് തൊട്ട് തലോടിയ മനോഹരമായ ചിത്രം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക കേട്ടോ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സിനിമ. വർഷ വസുദേവിനും അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ സംഗീതമായിക്കോട്ടെ ഇതിൻ്റെ മറ്റ് എല്ലാ ഭാഗങ്ങളിലും വർക്ക് ചെയ്ത എല്ലാവർക്കും 1000 ആശംസകൾ നേരെയാണ്. മറ്റൊരു കോണ്ടന്റുമായി നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ.